നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നിന്നെ വേണ്ട. ഇപ്പൊ ദാസപ്പനാ പുറംപണി. വലിയൊരു സ്ട്രോക്ക് വന്ന് എന്റെ വലത് കൈ തളർന്നു പോയി മാഷെ. എനിക്ക് എന്തായാലും പണിയെടുത്ത് ജീവിക്കാനാവൂല. ഒരുപാട് വർഷത്തെ സർവീസില്ല എനിക്ക്. മാസം മാസം എന്തേലും പെൻഷൻ തന്നാ മതി. നിന്റെ മറ്റേ കൈയും കൂടി ഞാൻ തല്ലി ഓടിക്കും. പോടാ അവിടുന്ന്. എന്താ കൃഷ്ണേട്ട ഇത്? പാവം. അല്ല, ഇതെങ്ങനെ പറ്റിയതാ ഹരീന്ദ്ര? കക്കാൻ ഏതെങ്കിലും വീടിന്റെ ടെറസിൽ വലിഞ്ഞു കയറി കാണും. അവിടുന്ന് തലകുത്തി താഴെ വീണാലടാ. അയ്യോ, പിന്നെ എന്നെ കളറാക്കി കണ്ടില്ലേ ടീച്ചറെ? ഞാൻ ഒരു പാവല്ല ടീച്ചറെ. ശരി ശരി, നിന്റെ കൈ നേരെയാക്കാനേ ഞാനൊരു തൈലം ഉണ്ടാക്കി തരാം. ഗൗരിമുത്തശ്ശി പണ്ട് ഉപയോഗിച്ചത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന തൈലക്കൂട്ട അത്. അല്ല, നീ ടൗണിൽ ചെന്നിട്ട് ദേവന്റെ വീടൊക്കെ കണ്ടുപിടിച്ചോ? അയ്യോ, അത് ഭയങ്കര സംഭവ ടീച്ചറെ. മഹാദേവൻ സാർ എന്നെ വീട്ടുകാവലിനെങ്കിലും എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 3 ദിവസമെങ്കിലും ഞാൻ അലഞ്ഞിട്ടാണ് എന്റെ ടീച്ചറെ ഒടുവിൽ ഞാൻ അവിടെ എത്തിയത്. അതും രാത്രിയിൽ. ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റണ സമയം. ഞാൻ ചെല്ലുമ്പോഴേ ഉമ്മർത്ത് നമ്മുടെ ശ്രീകുട്ടി തൊഴുത് പ്രാർത്ഥിച്ചങ്ങ് നിൽക്കുക. പക്ഷേ കൂടെ ഒരാളുണ്ട്. ആര്? മനുഷ്യനല്ല, പിന്നാരാ? ഒരു ചെന്നായ. ഭീകര രൂപമുള്ള ഒരു കറുത്ത ചെന്നായ. പേടിച്ചു വിറച്ച് ഞാൻ ഐസായി പോയി ടീച്ചറെ. ചെന്നായി എന്നെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്നെ പിടിക്കാനാണെന്ന്. ജീവനും കൊണ്ടേ ഞാനൊരു ഓട്ടോ ഓടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു കുഴിയിൽ വീണു. കണ്ടാ? എത്ര നല്ല സുന്ദരമായ കള്ളക്കഥ. മാഷെ, ഇത്തിരി മനുഷ്യത്വമൊക്കെ ആവാട്ടോ. അല്ല, അത് ആൺ ചെന്നായായിരുന്നോ പെൺ ചെന്നായായിരുന്നോ? പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴേ ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ നോക്കും മാഷെ? ഓ, എന്റെ നെഞ്ചെടുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല മാഷെ. നീ ചെല്ല്, നെഞ്ചെടുപ്പൊക്കെ മാറട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം. അവിടെ ഒരു ചെന്നായെ വളർത്തുന്നുണ്ട്. ചോരക്കുതിയനായ ഒരു ചെന്നായ. സൂക്ഷിച്ചോ. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. അയ്യോ, ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവൻ കള്ളനാണെന്നല്ലേ? അതെനിക്ക് പണ്ടേ മനസ്സിലായത്. അതല്ല കൃഷ്ണേട്ടാ, ശ്രീമോളുടെ കാര്യം. അവളുടെ കൂടെ നമ്മുടെ ഗൗരിമുത്തശ്ശിയുണ്ട്, അല്ലെങ്കിൽ കാവിലമ്മ. ഈ കാവിലമ്മ ആരാ? ശിവഭൂതങ്ങളുടെ അധിപതിയായ ഭദ്ര, സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ. അമ്മേ മഹാമായി. Ta-ta. പ്രവീൺ ആന്റി, എന്താ മോളെ? പ്രവീൺ ആന്റി. കാറില് ഡാഡി മാത്രല്ലേ ഉള്ളൂ മോളെ. ഓക്കേടാ, ബൈ ബൈ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? കാറിലെ ഡാഡി അല്ലേ ഉള്ളത്? അടുത്ത് പ്രവീൺ ആന്റി ഉണ്ടമ്മേ. എന്റെ ദൈവമേ, ഇതെന്തൊക്കെ കാഴ്ചകളാ ഓരോ ദിവസം എന്റെ മോള് കാണുന്നേ. ഞാൻ കണ്ടതാ അമ്മേ, കാറില് പ്രവീൺ ആന്റി ഉണ്ട്. വേറെ ആർക്കും കാണാൻ പറ്റാത്ത കാഴ്ചകള് മോൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ പ്രവീൺ ആന്റി, ആ ചീത്ത ആന്റി, അവരാ കാറിലുണ്ടായിരുന്നേ. സത്യം അമ്മേ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? എങ്ങോട്ട്? ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിലേക്ക്. അയ്യോ, ഞാനില്ല. അതെന്താ?
അതൊന്നും പറ്റില്ല ഹേമന്ത്. പുറത്തിറങ്ങിയാലേ ഡാഡി വളരെ സ്ട്രിക്റ്റാ. പുറത്തറിയാതെ ഞാൻ നോക്കിക്കോളാം. ഡാഡി മീറ്റിങ്ങിന് പോയിരിക്കല്ലേ, എങ്ങനെയായാലും വരാൻ 4 ദിവസം എടുക്കും. അനു, ഈ പ്രായത്തിലെ എൻജോയ്മെന്റ് ഒക്കെ നടക്കൂ. ജസ്റ്റ് ആൻ അഡ്വഞ്ചറസ് ട്രിപ്പ്. നമുക്ക് മൂന്നാർ പോവാം. ഓൺലി ഫോർ 2 days. ഇല്ലില്ല, നടക്കില്ല ഹേമന്ത്. എനിക്ക് പേടിയാ. മമ്മിയോട് ഞാനെന്ത് പറയും? ഇപ്പൊ നിന്റെ ഇന്റേൺഷിപ്പിന്റെ പീരീഡ് അല്ലേ? കുട്ടിക്കാലത്ത് 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെന്ന് പറയണം. സിമ്പിൾ അല്ലേ കാര്യം? നോ നോ, ശ്ശേ, ഇത്രയും പഴഞ്ചനാണോ നിന്റെ തോട്ട്സ്? ഞാൻ പഴഞ്ചനൊന്നുമല്ല. ഐ ആം എ മോഡേൺ ഗേൾ. ഇപ്പൊ കണ്ടല്ലോ, ഡാഡി വളരെ സ്ട്രിക്റ്റ് ആണ്. അമ്മയോട് ഞാൻ എന്തു പറയും? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഏതൊക്കെ ഒന്നിച്ചുള്ളൊരു യാത്രയോ? എന്നാ പിന്നെ ഇവിടെ എന്റെ കൂടെ ഇരിക്കുന്നതും വലിയ സദാചാര പ്രശ്നമാണല്ലോ. കളിയാക്കണ്ട. കാര്യം പറഞ്ഞതാ. എന്നാലേ കല്യാണം വരെ നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാ നല്ലത്. പ്ലീസ്. ആരും അറിയില്ലെന്ന് ഉറപ്പാണോ? എന്ത്? ഞാൻ മൂന്നാറിലേക്ക് വരുന്നത്. ആരറിയാനാ? ആർക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല. 100% എ സേഫ് ട്രിപ്പ്. എന്താ ആലോചിക്കുന്നേ? നമ്മുടെ പഴയ കാലത്തെ പറ്റിയാണോ? വിഷമിക്കണ്ട, എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. ഞാനില്ലേ കൂടെ? ഞാൻ ഓർത്തത് അതൊന്നുമല്ല. പിന്നെ എന്താ, സുനന്ദയ്ക്ക് സംശയം വല്ലതുണ്ടോ? സുനന്ദയല്ല, ശ്രീകുട്ടി. ഞാൻ കാറിൽ കയറി വന്നപ്പോ ശ്രീകുട്ടി പറയുക, നീ എന്റെ അടുത്തുണ്ടെന്ന്. ഞാനോ? കാറിലോ? അതെ. എന്റെ നേരെ ചൂണ്ടി അവള് ഒക്കെ പറയുക, പ്രവീണാന്റി കാറിനെ തിരിപ്പുണ്ടെന്ന്, പ്രവീണാന്റി ചീത്തയാണെന്നൊക്കെ. അത് കണ്ടുകൊണ്ട് സുനന്ദയും അടുത്തുണ്ടായിരുന്നു. ദേവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ ദേവേട്ടന്റെ കാറിൽ ഇല്ലായിരുന്നല്ലോ. ഈയിടെയായിട്ട് ശ്രീകുട്ടി ഇങ്ങനെയാ, വേറെ ആരും കാണാത്തൊക്കെ കാണുന്നു. ഒരുതരം ഇല്യൂഷൻ പോലെ. അതൊക്കെ ശരിക്കും സംഭവിച്ചാണെന്ന മട്ടില് അവളെ ഞങ്ങളോട് വിവരിക്കും. അങ്ങനെ ഒരു കാഴ്ചയായിരിക്കും ശ്രീകുട്ടി കണ്ടത്. പക്ഷേ അതില് നടക്കാൻ പോകുന്നൊരു സത്യം ഉണ്ടായിരുന്നല്ലോ. അതാ എന്നെ പേടിപ്പിക്കുന്നത്. 6 വയസ്സുള്ള കുട്ടിക്ക് ഹാലൂസിനേഷൻ. വിശ്വസിക്കാൻ പറ്റുന്ന വല്ലതും പറയ് ദേവേട്ടാ. അവളെന്താ പ്രവാചികയാണോ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ? ലീവ് ഇറ്റ് ദേവേട്ടാ. വെറുതെ മൂഡ് കളയാൻ. റിലാക്സേഷന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്, അല്ലാതെ കൂടുതൽ ടെൻഷൻ അടിക്കാനല്ല. അല്ല പ്രവീ, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്ത് കുറ്റബോധം? എങ്കിൽ നമുക്കിപ്പോ തന്നെ തിരിച്ചു പോവാം. കുറ്റബോധമുണ്ട് പോലും. പണ്ട് എന്നെ ചവിട്ടി തേച്ചു പോയി സുനന്ദയെ താലി കെട്ടിയപ്പോ ദേവേട്ടന്റെ ഈ മനസാക്ഷി എവിടെയായിരുന്നു? അവളെ ഓർത്ത് മാത്രം ഒരു കുറ്റബോധം. എന്നെ എന്തും ചെയ്യാം, എങ്ങനെ വേണേലും ചതിക്കാം. പ്രവീ പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ദേവേട്ടൻ സമ്മതിച്ചതല്ലേ ആരും അറിയാതെ നമുക്ക് ഈ കടൽ തീരത്തെ എന്റെ വീട്ടിൽ ഒന്നിച്ചു കഴിയാന്ന്? എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, അറിയാതെ ഓരോന്ന് ഓർത്തു പോയതാ. ഞാനും അറിയാതെ ഓരോന്ന് ഓർത്തു പോകുന്നു. അത് നമ്മളൊന്നിച്ച് ജുമൈറ ബീച്ച് റിസോർട്ടിൽ താമസിച്ച ഓർമ്മയാ. രാത്രിയിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കുമ്പോ ദേവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ചെവിയിൽ പറഞ്ഞു, മരണം വരെ എനിക്ക് നിന്നോടൊപ്പം കഴിയണമെന്ന്. ദേവേട്ടാ, എല്ലാം തകർന്നിട്ടും ഞാൻ ഒറ്റപ്പെട്ടിട്ടും ദേവേട്ടൻ അന്ന് പറഞ്ഞ വാക്ക് ഞാൻ എന്റെ നെഞ്ചിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നിച്ച് ജീവിക്കണമെന്ന വാക്ക്. നോക്ക്, ഞാൻ വന്നു എന്റെ ദേവേട്ടന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ, നമ്മൾ ഒന്നാവാൻ. നമുക്ക് ആരും തോൽപ്പിക്കണ്ട. പക്ഷേ നമ്മുടേത് മാത്രമായ ലോകം എന്നും, മരണം വരെ. എന്താ അമ്മ ഡള്ളായിട്ടിരിക്കുന്നേ? അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. രാവിലെ ഡാഡി പോയപ്പോ ശ്രീകുട്ടി പറഞ്ഞില്ലേ, പ്രവീണാന്റി അടുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ പിന്നെ ചോദിച്ചപ്പോ ശ്രീകുട്ടി പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ പോലും ഇല്ലെന്നാ. ചില നേരത്തെ അവളുടെ ഭാവനയ്ക്കൊത്ത് അവൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കാഴ്ചകളാ. അങ്ങനെയാ ചിത്രത്തിൽ നിന്ന് ഗൗരി മുത്തശ്ശി ഇറങ്ങി വന്നത്. എന്താ കാരണം എന്നറിയില്ല. ആദ്യം തൊട്ടേ പ്രവീണാന്റിയെ ശ്രീകുട്ടിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോ പെട്ടെന്ന് പറഞ്ഞതായിരിക്കും പ്രവീണാന്റി ചീത്തയാണെന്ന്. എന്തോ മോളുടെ ഇമ്മാതിരി പെരുമാറ്റം കാണുമ്പോ മനസ്സിന് തീരെ സ്വസ്ഥതയില്ല.
നാളെ നീ പോയാ വെള്ളിയാഴ്ച തിരിച്ചു വരുമോ? അതില്ല, മറ്റന്നാളെ അവിടെ എത്തൂ. ഓ, ശനിയാഴ്ച ഉച്ച കഴിയുമ്പോ തിരിച്ചെത്തും. വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ മോളെ? ഉണ്ടമ്മേ. എന്താ അമ്മേ, പിന്നെ ഉണ്ടല്ലോ ഒരു വിഷമം? ഉണ്ട്. ഒരു വിരുന്നുകാരിയെ പോലെ വന്ന പ്രവീണ ഇപ്പൊ നമ്മുടെ മോളിന്റെ 3/4 പങ്ക് ഷെയറും കൈക്കലാക്കി. ഇത്രയും രൂപ അവര് ഡാഡിക്ക് വേണ്ടി ചെലവാക്കി. എനിക്കെന്തോ ഒരു ഭയം. ഛേ, അമ്മ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? പ്രവീണന്റെയും ഹേമന്തും ഒക്കെ വളരെ നല്ല ആൾക്കാരാമേ. ശരിക്കും കടം കയറിയിരുന്ന ഡാഡിയെ സഹായിച്ച് കരകയറ്റിയത് പ്രവീണാന്റി അല്ലേ? അല്ലേലൊന്ന് ആലോചിച്ച് നോക്കി.